കൂട്ടുകാരെ, എൻ്റെ പുതിയ ചാനലായ ആലപ്പുഴക്കാരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സേമിയൻ കറി വെക്കുന്നത് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരാം. ആ മീൻ വെട്ടി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ മീൻ എപ്പോഴൊന്നും കിട്ടിയാല, ഞാൻ ബോട്ടിൽ പോയിടുമ്പോഴത്തേക്കും കൊണ്ടുവന്ന മീനാണ്. എപ്പോഴും നമുക്ക് കൊച്ചുമത്തിയും കൊച്ചൈലൊക്കെ കിട്ടാറുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെ കറി വെക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അത് എൻ്റെതായ സ്റ്റൈലിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് 3 കഷ്ണം വറുക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ചേർത്തിരിക്കുന്നത് മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പുമാണ്. ഇത് നമുക്ക് ലാസ്റ്റ് വറുക്കാം കേട്ടോ. അപ്പം ചട്ടി നമുക്ക് അടപ്പിൽ വെക്കാം. ചട്ടി ചൂടായി വരട്ടെ. നമുക്കിനി എണ്ണ ഒഴിക്കാം കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഉലുവ ഇടാം. ചൂടാകട്ടെ. അതിലേക്ക് നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തേ. ഉലുവ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇച്ചിരി കൂടി ചുവപ്പ് നിറയുമ്പോഴത്തേക്ക് അതിലോട്ട് നമുക്ക് ചെയ്ത് വെച്ചിരിക്കണം വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ചേർത്ത് നമുക്ക് അതിലേക്ക് ഇടാം. ഉലുവ മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി നമുക്ക് ചേർത്ത് ചൂടാക്കുക. ഇതിങ്ങനെ ചൂടായി വരാൻ നേരം ഫസ്റ്റ് തന്നെ കുറച്ച് ഉപ്പ് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് ചാടിക്കിട്ടും. നന്നായിട്ട് വഴറ്റി വരട്ടെ. ഉള്ളി വാടി വരുന്നുണ്ട്. അതിലിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും. ഇതിലിട്ട് ആദ്യം തന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ച് കുറുക്ക് പരുവത്തിലാകുമ്പോൾ വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ കറി നല്ല തിക്കായിട്ട് വരും കേട്ടോ. ഇത് ശരിക്കും ഒന്ന് ചൂടായി വരണമേ. ഈ മുളക് പൊടിയുടെ മഞ്ഞൾ പൊടിയുടെയൊക്കെ പച്ചപ്പ് മാറ്റി ചൂടായി വരാൻ നേരം മീൻ കുറച്ച് അധികം ഉണ്ട്, അതാണ് ഇച്ചിരി മുളക് പൊടി കൂടുതലെടുത്തത് കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. പതുക്കെ മുതൽ തിള വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആ പച്ചപ്പൊക്കെ മാറി മുളക് പൊടിയുടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊരു ചാറ് വരെയൊക്കെ എടുക്കാം. അതിലേക്ക് ആവശ്യമായി പുളികൾ എടുത്ത് വെച്ചത് കേട്ടോ. കുറച്ച് നേരമായി വെള്ളത്തിൽ കുതിർന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ചിന്തള വരട്ടെ. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടിയതാണ്ട് ഇത്രയും വലിയ മുട്ട കണ്ടോ. ഇനി ഒരെണ്ണം കൊണ്ട് ഉണ്ട്, ഇത് കാണാനുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇതിലോട്ട് ഇനി ഈ മീൻ പെരക്ക് അതിലേക്ക് ഇടാം. ഇതേ ആ മീനിൻ്റെ തലയാണ് ഇത്. അത് ആദ്യം മീനിലിട്ട് തന്നെ വെച്ചെടുക്കാവേ. തിളക്കുമ്പോൾ അത് തനിയെ താത്തിട്ട് പൊക്കോളുവേ. പിന്നെ ഇതേ ടാ 2 മുട്ട കണ്ടാ, അത് നമുക്ക് ഇതിലൂടെ തന്നെ ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് പതുക്കി വന്നാൽ ഇളക്കി എല്ലായിടത്തും ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കഴിക്കാം. ഒന്ന് തിളക്കട്ടെ കേട്ടോ. വറുക്കാൻ പുരട്ടി വെച്ചേക്കണത് നമുക്ക് ഒരു തടപ്പ് വെച്ചിട്ട് അത് നമുക്ക് വറുക്കാനായിട്ട് വെക്കാം. ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. പാൻ ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും വറുക്കാൻ വെച്ച മീൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാവേ. ഇതിന് കുഞ്ഞു വരട്ടെ. അപ്പോൾ നമ്മുടെ മീൻകറി ആയാലും നമുക്ക് നോക്കാം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് തീ കുറച്ചിട്ട് ഒന്ന് പച്ചട്ടെ കേട്ടോ. പറ്റിക്കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വെക്കാം. എല്ലാ പൊടിയും ഉപ്പും എല്ലാം നല്ല കറച്ചിനുണ്ട്. ഈ തീ കുറച്ച് കഴിയുമ്പോഴത്തേക്കും തീ നമുക്ക് ഓഫ് ചെയ്യാം. മീൻ കറിയും മീൻ വറുത്തതും റെഡി. അപ്പോൾ നമ്മുടെ ഈ മീനിൻ്റെ പരിപാടി വിളിച്ച് തീർന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് വന്നാൽ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുവരെ എല്ലാവർക്കും ടാറ്റ.